ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ ഷമീർ കൊല്ലം. ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചുമതല വഹിക്കുന്ന ദേവദാസന്മാരിൽ ഒരാൾ ഒരു കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യാൻ പോയ ഒരു വാർത്ത മീഡിയ വഴി വന്നിരുന്നു. നമുക്കെല്ലാം അറിയാം. ദൈവവചനപ്രകാരം ഒരു ദൈവസഭയുടെ ചുമതല വഹിക്കുന്ന ദൈവദാസൻ ലോകപ്രകാരമുള്ള ഒരു കാര്യത്തിൽ ഇടപെടാൻ ലോകക്കാരോടുകൂടെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോടുകൂടെ പങ്കാളിയായത് അത് വചനപ്രകാരം തെറ്റാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം വാട്സാപ്പ് ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ കിറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ കാണുവാനിടയായത്. ആ വീഡിയോ അമേരിക്കയിലുള്ള ഒരു ദേവദാസൻ ചെയ്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പൗലോസ് മക്കദോന്യയ്ക്ക് പോയ സംഭവവും യേശുക്രിസ്തു ശമരിയ സ്ത്രീയുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞ സംഭവങ്ങളും ഒക്കെ എടുത്ത് ദൈവവചനത്തെ എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് ശരിയാണ്, വചനപ്രകാരം അങ്ങനെ പോയതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ ദേവദാസൻ ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നോ വിവരങ്ങളൊന്നും അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച്, ആ കണ്ട വീഡിയോയെക്കുറിച്ച് ഞാനൊരു മറുപടി പറയുവാനിടയായി. അപ്പോൾ ആ മറുപടി വാട്സാപ്പ് ഗ്രൂപ്പിൽ IPCയുമായി ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. പക്ഷെ ആ ഗ്രൂപ്പിനകത്തുള്ള ചില യൂദായുടെ ശിങ്കടികൾ, നാരദന്മാർ, അവര് ഇത് അടർത്തിയെടുത്ത് ഇത് അദ്ദേഹത്തിൻ്റെ വക്കലേൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ റിപ്ലൈ ടു ഷമീർ കൊല്ലത്തിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ഫേസ്ബുക്ക് വാളിൽ താനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് സഹോദരങ്ങൾ എനിക്ക് അത് അയച്ചു തരുവാനിടയായി. വാട്സാപ്പ് വഴി എനിക്ക് അയച്ചു തരുവാനിടയായി. ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ, എന്നോട് മാത്രമായിട്ട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലാദ്യം അദ്ദേഹം സെക്യുലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ലോകപ്രകാരം ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ചും, പിന്നത്തേതിൽ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് അദ്ദേഹം എന്നോട് പല കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് 11 കൂട്ടം ചോദ്യങ്ങൾ, ആ വീഡിയോ 22 മിനിറ്റോളമുള്ള വീഡിയോയിൽ 11 കൂട്ടം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് മറുപടി പറഞ്ഞേ തീരൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി ഒരു വീഡിയോ ആയി തന്നെ ചെയ്യുന്നത്. അദ്ദേഹം ലോകപ്രകാരം പറഞ്ഞ കാര്യത്തിന് ആ നിലയിൽ തന്നെയുള്ള മറുപടിയും, വചനപ്രകാരം അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും മറുപടി പറയുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ഈ സമയം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ടൈറ്റിൽ റിപ്ലൈ ടു പാസ്റ്റർ KC ചാക്കോ എന്നായിരിക്കും. അദ്ദേഹം അമേരിക്കയിലുള്ള KC ചാക്കോ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു പാസ്റ്ററാണെന്ന് അദ്ദേഹം തന്നെത്താൻ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാം. പ്രാരംഭത്തിൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രസംഗികനായ ഷമീർ കൊല്ലം എന്ന അദ്ദേഹം എനിക്ക് അതിന് മറുപടി ഇട്ടത് ഞാനിപ്പം കേൾക്കുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, പേരും അറിയത്തില്ല, ഒരു പ്രായമുള്ള ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഹൂസ്റ്റണിൽ ഒരു IPC സഭയുടെ പാസ്റ്ററാണ്. ആ സഭയുടെ പേര് IPC ഗ്രേറ്റർ ഹൂസ്റ്റൺ അഥവാ ബഥേൽ വർഷിപ്പ് സെന്റർ എന്ന ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഞാൻ കുറഞ്ഞ പക്ഷം വേദപുസ്തകം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കും. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 40 വർഷത്തോളമായി. 40-ലധികം പ്രാവശ്യം വായിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ വളരെ അറിയത്തില്ലെങ്കിലും വലിയ പണ്ഡിതനല്ലെങ്കിലും വേദപുസ്തകത്തിന്റെ ABCD ഒക്കെ എനിക്കും അറിയാമെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ നമ്മൾ കണ്ടു അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹം IPC സഭയുടെ ഒരു ശുശ്രൂഷകനാണ്, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ബൈബിൾ വായിക്കുകയും അങ്ങനെ 40 വർഷമായി 40ഓളം പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർക്കുകയും ചെയ്ത ഒരാളാണ്. എങ്കിലും ഒത്തിരി ഒന്നും അറിയത്തില്ല, ABCD ഒക്കെ അറിയാം എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതൊന്നുമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്.
40 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അത് ABCD ഒക്കെ തനിക്ക് ഇപ്പോഴും അറിയത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അദ്ദേഹം ഈ 40 വർഷം വായിച്ച അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇനി അങ്ങോട്ട് അദ്ദേഹം ചോദ്യങ്ങളെ ചോദിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ വാദം നമുക്കത് കേൾക്കാം. അങ്ങനെ സിനിമാ നടന്മാരും നടിമാരും ഉള്ളിടത്ത് പോയി പ്രാർത്ഥിക്കാമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ഉണ്ടല്ലോ, അദ്ദേഹം 3 വിവാഹം കഴിച്ച വ്യക്തിയാണ്. 2 പ്രാവശ്യം ഡിവോഴ്സ് ചെയ്തു. ഇപ്പൊ 3ാമത്തെ ഭാര്യ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മോഡലായിരുന്നു. അവരുടെ നഗ്ന ചിത്രങ്ങൾ എല്ലായിടത്തും പരന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ അമേരിക്കയിലെ അറിയപ്പെടുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാരും സഭാ നേതാക്കന്മാരും വന്ന് പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയൊക്കെ ചെയ്തു. അവിടെ യാതൊരു ആത്മീയ കാര്യവുമല്ല, അതൊരു സെക്കുലർ തിങ്ങാണ്. ആ അമേരിക്കയിലെ ഇപ്പോൾ അറിയപ്പെടുന്ന എല്ലാ സുവിശേഷ വേലക്കാരും വിളിച്ചവരെല്ലാം അവിടെ കടന്നു ചെന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുകയും അതിന്റെ കാര്യം ചെയ്തു. അതുകൊണ്ട് നാളെ ട്രംപ് മാനസാന്തരപ്പെടുമെന്നോ അദ്ദേഹത്തിന്റെ ഭാര്യ മാനസാന്തരപ്പെട്ട് വരുമെന്നോ ഓർത്താണ് അവരൊക്കെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് സിനിമാ നടന്മാരോട് കൂടെയൊക്കെ പങ്കെടുക്കാൻ പോകുന്നത് അത് തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ KC ചാക്കോ എന്ന ദേവദാസൻ പറയുന്ന വാദമാണ് നമ്മൾ കണ്ടത്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നഗ്നചിത്രം വാർത്തകളിലെല്ലാം പ്രചരിച്ചത് നാം കണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ കണ്ടില്ല, കാരണം എനിക്ക് അങ്ങനെയുള്ളതൊന്നും കാണാൻ വലിയ താല്പര്യമില്ല, ഞാൻ കണ്ടതുമില്ല. അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത് ഈ നഗ്നചിത്രങ്ങളൊക്കെ. ആയിക്കോട്ടെ, അദ്ദേഹം കണ്ടു, നമ്മളത് കണ്ടില്ല. ഏതായാലും അദ്ദേഹം കണ്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ട്രംപിൻ്റെ 3ാമത്തെ കല്യാണമാണിതെന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടിരിക്കുകയാണ്. 3 കെട്ടിയ ആളാണ് ട്രംപ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നഗ്നചിത്രം എല്ലാം പ്രദർശിപ്പിച്ചു, പ്രദർശനത്തിലൊക്കെ വന്നു. ഇത്രയൊക്കെ വന്നിട്ടും അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ അമേരിക്കയിലെ പാസ്റ്റർമാരെല്ലാം ട്രംപിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചില്ലേ? പ്രിയ ചാക്കോ സാറേ, സങ്കടം തോന്നുന്നു താങ്കളോട്. എന്താ കാരണമെന്ന് വെച്ചാൽ, താങ്കളെപ്പോലുള്ളവർക്ക് അമേരിക്കൻ പാസ്റ്റർമാർ ചെയ്യുന്നതായിരിക്കും അവസാനത്തെ വാക്ക്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അവസാനത്തെ വാക്ക് വേദപുസ്തകമാണ്. ഇപ്പൊ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ മദ്യപിക്കുമോ? മദ്യപാനി സ്വർഗരാജ്യത്ത് പോകത്തില്ലെന്ന് വചനമുണ്ടല്ലോ പാസ്റ്റർ മദ്യപിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കത്തില്ല, അത് വചനവിരുദ്ധമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇവിടെയുള്ള എത്രയോ പാസ്റ്റർമാർ കുടിക്കുന്നു എന്ന് പറയുന്നതാണോ ശരി? അമേരിക്കയിലുള്ള മുഴുവൻ പാസ്റ്റർമാരും കുടിച്ചാൽ ബൈബിൾ അതിനെ അനുവദിക്കുന്നു എന്നതിൻ്റെ അർത്ഥമുണ്ടോ? അപ്പോൾ താങ്കൾ പറയുന്നത് ട്രംപിൻ്റെ അടുത്തും ഭാര്യയുടെ അടുത്തും അമേരിക്കയിലുള്ള പാസ്റ്റർമാരെല്ലാം പോയതുകൊണ്ട് അത് ബൈബിൾ പ്രകാരം ശരിയാണെന്നാണ്. അമേരിക്കയിലെ പാസ്റ്റർമാരാണോ അവസാന വാക്ക്? അമേരിക്കയിലെ പാസ്റ്റർമാർ എന്ത് ചെയ്താലും വചനത്തിൽ അരുതെന്ന് പറഞ്ഞാണെങ്കിൽ ചെയ്യാം, അങ്ങനെയാണോ? അമേരിക്കയിൽ വലിയ അറിവൊന്നും എനിക്കില്ലെങ്കിലും 4 മാസത്തോളം ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അറിവിൽ വെച്ചിട്ട് അവിടെ ചില മുന്തിയ പാസ്റ്റർമാരുടെ മക്കളുടെ കല്യാണത്തിന് ഓപ്പൺ ബാറുകൾ ഉണ്ടായിരുന്ന അറിഞ്ഞത്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലാത്തവർക്ക് കല്യാണത്തിന് സംബന്ധിക്കുന്ന അവിടെയുള്ള വലിയ പുള്ളികൾക്ക് കുടിക്കാൻ ഓപ്പൺ ബാർ. അതുകൊണ്ട് വേദോസം അതിന് അനുവദിക്കുന്നു. ഞങ്ങളൊന്നും അങ്ങനല്ല. ഇവിടെ വേദോസം പഠിപ്പിച്ചവർ, ഞങ്ങളെ പഠിപ്പിച്ചതും, ഞങ്ങളൊക്കെ ഈ 10-14 വർഷത്തെ വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാൻ ബന്ധക്കോസിലൊന്നുമില്ല. 14 വർഷത്തെ ഈ ചെറിയ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് അവസാനത്തെ വാക്ക് അമേരിക്കയിലെ പാസ്റ്റർ പറയുന്നതല്ല, അവസാനത്തെ വാക്ക് ദൈവത്തിന്റെ വചനമാണെന്നാണ് പഠിപ്പിച്ചത്. ആ വചനം എന്തു പറയുന്നു എന്ന് 40 പ്രാവശ്യം വായിച്ച സാറ് കണ്ടിട്ടില്ലായിരിക്കും. ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 15-ന്റെ 19-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ലോകക്കാരായിരുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കുകയാണ്, യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ പറയുകയാണ്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. എന്താ തെളിവ്? വചനപ്രകാരം യേശു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവ് എന്താ? തെളിവ് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് ഉറപ്പാണെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കും. ലോകം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ യേശു തെരഞ്ഞെടുത്തു എന്നല്ല തെളിവ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ
നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ മാറ്റി നിർത്തുന്നെങ്കിൽ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നാണ് വേദപുസ്തകത്തിൽ ഞങ്ങളൊക്കെ പഠിച്ചത്. 40 പ്രാവശ്യമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എന്നാലും വായിച്ചതിൽ നിന്ന് മനസ്സിലായ കാര്യം ഇതാണ്: ലോകം പകയ്ക്കുന്നെങ്കിൽ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചത്. 1. 2, ഇനിയും റോമാലേഖനം 12:1. എന്താ പൗലോസ് റോമാ സഭയോടാണല്ലോ പറയുന്നത്, അല്ലാതെ രക്ഷിക്കപ്പെടാത്ത ശങ്കരനോടും മാധവനോടും ഒന്നും അല്ലല്ലോ പറഞ്ഞത്. സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അടുത്ത പദം ശ്രദ്ധിച്ചോ, ഈ ലോകത്തിന് അനുരൂപരാകാതെ. എന്താ ചാക്കോ സാറേ ഇതിന്റെ അർത്ഥം? ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലുള്ളതൊന്നും തിന്നുകയും കുടിക്കുകയും കഴിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് ചന്ദ്രനിൽ പോയി ജീവിക്കണമെന്നൊന്നും അല്ല. അതൊക്കെ നമുക്കും അറിയാം. ലോകത്തിന് അനുരൂപരാകരുത് പറഞ്ഞാൽ ലോകക്കാരുടെ പ്രവൃത്തി വചനവിരുദ്ധമാണെങ്കിൽ വചനവിരുദ്ധമായ പ്രവൃത്തികളോട് കൂടെ ദൈവമക്കൾ പങ്കാളിയാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളെയൊക്കെ വചനം പഠിപ്പിച്ച ദൈവദാസന്മാർ പഠിപ്പിച്ചത്. ലോകക്കാർ ചെയ്യുന്ന പ്രവൃത്തി വചനവിരുദ്ധമായ പ്രവൃത്തികളോട് കൂടെ നമ്മൾ പങ്കാളിയാകരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴി നിൽക്കാതെ പരിഹാസികളെ ഏർപ്പെടുത്തിയിരിക്കാതെ. അപ്പോൾ പാപിയുണ്ട്, പരിഹാസിയൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരിക്കാതെ അവിടുന്ന് ഓടി മാറി നിൽക്കുന്ന അനുഭവമാണ് വേർപാടെന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. ലോകത്തിൽ നിന്ന് ദൈവമക്കൾക്കൊരു വേർപാടുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. ഇനിയും തീത്തോസിന്റെ ലേഖനം 2:13 എന്താ വായിക്കുന്നത്? അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അതും ദൈവസഭയോടല്ലേ പറഞ്ഞേ? ദൈവസഭ അനുസരിക്കേണ്ടതല്ലേ? പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണമെന്ന്. ഇതൊക്കെ ദൈവത്തിന്റെ വചനമല്ലേ? ദൈവത്തിന്റെ വചനം വേർപാടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ വിട്ടുപോരുവിൻ അശുദ്ധമായൊന്നും തുടരുതെന്ന് വേർപാട് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ലേഖനങ്ങളിൽ ഉടനീളം എത്ര കൃത്യമായ ഉപദേശങ്ങൾ ലേഖനങ്ങളിൽ കിടപ്പുണ്ട്. 40 പ്രാവശ്യം വായിച്ചിട്ടുള്ള സാർ ഇതൊന്നും കണ്ടിട്ടില്ലേ? അതോ ലേഖനങ്ങളിൽ അങ്ങനെ പലതും പറയും, അമേരിക്കൻ ഭാഷമാർ ചെയ്തു കഴിഞ്ഞാൽ അതാണ് അവസാനത്തെ വാക്കെന്നാണോ സാറിന്റെ തിയറി? അത് വേദപുസ്തകം അറിയാവുന്നവർക്ക് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടാ ചാക്കോ സാറെ. ഇത് ഷമീർ കൊല്ലത്തിന്റെ വാക്കായിട്ട് മാത്രം എടുക്കണ്ട ചാക്കോ സാറ്. വേർപാടെന്നാൽ എന്താണെന്ന് സാറ് അനുകൂലിച്ചു പറഞ്ഞ IPCയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന KC ജോൺ സാറ് തന്നെ പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. മനസ്സാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, വേർപെട്ടു, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. തീർന്നു. അടിസ്ഥാന സ്വഭാവം ഒന്നും മാറണ്ടേ? സ്നാനപ്പെട്ട അന്ന് ശരിക്കും നീ കുഴിച്ചിട്ടിട്ടില്ലെങ്കിൽ, പഴയ മനുഷ്യൻ ചത്ത് കുഴിച്ചു മൂടിയിട്ട് നീതിക്ക് വേണ്ടി ജീവിക്കാൻ ഉയർപ്പിന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ജീവിതം നിനക്കില്ല എങ്കിൽ അതിനെക്കുറിച്ച് അധികം ഇനിയും പറയണ്ട കേട്ടോ. വേർപെട്ടു എന്ന് പറഞ്ഞിട്ടും അതനുസരിച്ചുള്ള ഒരു ജീവിതം നിനക്കില്ല. പാപത്തോട് നീ വേർപെടുന്നില്ല, ലോകത്തോട് നീ വേർപെടുന്നില്ല. ആകെ വേർപെട്ടു എന്ന് പറയുന്ന നേരത്തെ എന്ന സമുദായത്തിൽ നിന്ന് മാറി. അതല്ല വേദപുസ്തകത്തിലെ വേർപാടിന്റെ ഉപദേശം. ലോകത്തോട് വേർപെട്ട്, പാപത്തോട് വേർപെട്ട്, ലോകത്തിന്റെ വശീകരണങ്ങളോട്, ലോക സിസ്റ്റത്തോട് ഇഴുകിച്ചേരാ അതിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ജീവിതമാണ് വേർപാടിന്റെ ജീവിതം. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ദിനം പ്രതി നടക്കേണ്ടതാ. ദിനം പ്രതി നിന്റെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അങ്ങനെയാണ് ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഹാബിറ്റ് ആകും. ഹാബിറ്റ് തുടരുമ്പോൾ അത് ക്യാരക്ടർ ആകും. ഇനി ചാക്കോ സാറിന്റെ അടുത്ത ഒരു വാദം, അദ്ദേഹം ആ വീഡിയോ പറഞ്ഞ അടുത്തൊരു വാദം, നമ്മൾ പോകുന്ന ഉദ്ദേശം നല്ലതായാൽ മതി, എവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന നിലയിൽ, നമ്മൾ വേറൊന്നും ചിന്തിച്ചിട്ടല്ല പോകുന്നത് എന്ന നിലയിൽ, ഒരു ആത്മാക്കളെ നേടാനുള്ള ആവേശം കൊണ്ടാണ് പോകുന്നത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പങ്കുവെച്ചതാണ് പിന്നീട് കേട്ടത്. അത് നമുക്കൊന്ന് കേൾക്കാം. ആ പറമ്പിൽ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു വീടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി എന്റെ സൺഡേ സ്കൂളിൽ കടന്നു വരികയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. ആ പെൺകുട്ടി എന്നോട് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3-4 അമ്മച്ചിമാരെയും വിളിച്ചുകൊണ്ടുപോയി ആ വീട്ടിൽ പ്രാർത്ഥിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തി അവിടെ വരുന്ന സകല പെൺപിള്ളാരെയും ഓടിച്ച് അത് മേലിൽ അങ്ങനെയുള്ള ഒരു വേശ്യാലയമാക്കിയില്ല എന്ന് തീരുമാനിച്ച് ആ സ്ഥലം വിറ്റിട്ട് അവിടുന്ന് കടന്നുപോയി. ഞാൻ പറയുന്നത് ആ നാട്ടുകാരായ മനുഷ്യർക്കെല്ലാം അറിയാം, ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. അപ്പൊ കേട്ടല്ലോ, അദ്ദേഹം പറയുന്നത്
നമ്മൾ ഏത് മനോഭാവത്തോടെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. മനോഭാവത്തിൽ അതിന് അദ്ദേഹം പറയുന്ന ഒരു അനുഭവം കൂടെ പങ്കുവെക്കുന്നതാണ് നമ്മൾ കേട്ടത്. നമ്മൾ കേട്ടത് എന്താണ്? അദ്ദേഹം മാവേലിക്കരയിലായിരുന്ന സമയത്ത് വേശ്യാവൃത്തി നടത്തിയിരുന്ന ഒരു വീട്ടിലെ കുട്ടി പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് അവിടെ പോയി പ്രാർത്ഥിക്കാൻ വിളിച്ചു. അദ്ദേഹം അമ്മച്ചിമാരെയും കൂട്ടി അവിടെ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ആ വേശ്യാവൃത്തി പൂട്ടി അവർ അത് നടത്തുന്നില്ലെന്ന് പറഞ്ഞ് വിട്ടുപോയി. പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേശ്യാവൃത്തി നടത്തിയവരെല്ലാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനാണ് വരുന്നത്, എല്ലാവരും പൂട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തായാലും ആയിക്കോട്ടെ. പക്ഷേ അതിന് മുൻപ് ഈ 6 മാസത്തിന് മുൻപും അവിടെ ഇത് നടന്നിരുന്നു. മാവേലിക്കരയിൽ ഇത് നടന്നിരുന്നു. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ പൂട്ടി. അപ്പോൾ ഇത്രയും കാലം കേരളക്കരയിൽ മാവേലിക്കര പോലൊരു സ്ഥലത്ത് പബ്ലിക്കായിട്ട് ഒരു വേശ്യാവൃത്തി നടത്തിയിരുന്ന ഒരു വീടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സാർ, ഇപ്പോഴീ ഈ കമ്പ്യൂട്ടർ കാലഘട്ടത്തിൽ ഇത്രയും ഫെസിലിറ്റി ഉള്ള കാലത്തു പോലും നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2-3 കാർ അടുപ്പിച്ച് വരാൻ തുടങ്ങിയാൽ ഭയങ്കരമായ വിഷയങ്ങളുള്ള ഒരു നിലവാരത്തിലാണ് കേരളക്കര പോയിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പം അതിനിടയിൽ സാറ് ഇത്രയും വലിയൊരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, അതിലൊന്നും ഞാൻ വിമർശിക്കാനൊന്നും വരുന്നില്ല. കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊന്നും ഒരു വ്യക്തിപരമായ വിഷയത്തെ ഉദ്ദേശിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആൾ എങ്ങോട്ട് പോയി, ആൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടൊന്നുമല്ല. കെ.സി. ജോൺ സാറുമായിട്ട് എനിക്ക് ഇപ്പോഴും വ്യക്തിപരമായ ഒരു പിണക്കവും ഇല്ല, ഒരു പരിഭവവും ഇല്ല. ഞാനുമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് പോലും ഒരു പിണക്കമോ പരിഭവമോ കെ.സി. ജോൺ സാറുമായിട്ട് ഉണ്ടായിട്ടുമില്ല. IPC എന്ന പ്രസ്ഥാനത്തോട് ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. IPC എന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷേ അതിൽ ഏത് വലിയ നേതാവായാലും ഏത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളായാലും ദൈവവചനത്തിന് വിരുദ്ധമായ ഒരാശയം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടത്തുന്ന കാണുമ്പോൾ അത് വചനത്തിനെതിരാണ് എന്ന് IPC തന്നെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ മാറി എന്നിട്ട് IPC-ക്കാർ കള്ളരാ എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇന്ന വിഷയം തെറ്റാണ് എന്ന് പറയാനുള്ള അതോറിറ്റി സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അപ്പം മാവേലിക്കരയിൽ ഇങ്ങനെ പോയി ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് സാർ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഒരു മറുപടി വീഡിയോയിൽ പറഞ്ഞാൽ നല്ലതാണ്. കാരണം ഇനിയിപ്പം വേശ്യാസ്ത്രീകളുടെ വീട് തപ്പിപ്പോയി അവരെല്ലാം മാനസാന്തരത്തിലേക്ക് വരുത്താൻ നടക്കണമെന്നാണ്. സാറ് തപ്പിപ്പോയെന്നല്ലല്ലോ സാറ് പറയുന്നത്. സാറിൻ്റെ അടുത്ത് അവർ ഇങ്ങോട്ടൊരു കുട്ടി പ്രാർത്ഥിക്കാൻ വന്നു, ആ കുട്ടി രക്ഷിക്കപ്പെട്ടു, അതിനുശേഷം വിളിച്ചു പോയി എന്നല്ലേ പറഞ്ഞേ, അല്ലാതെ തപ്പിപ്പിടിച്ചു പോയൊന്നും അല്ലല്ലോ എന്ന് തന്നെയല്ലേ സാറും പറയുന്നത്. അത്രയൊക്കെ നമ്മളും പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അതും ഇപ്പോൾ ഇവിടെ പറഞ്ഞ വചനവിരുദ്ധമായ കാര്യങ്ങളുമായി ബന്ധമൊന്നുമില്ല. വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂട്ടിക്കുഴച്ച് പറയാതിരിക്കുന്ന സാറേ നല്ലത്. പിന്നെ ഇനിയും അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ഒരു വാദം, ഇതൊക്കെ അദ്ദേഹം ലോക കാര്യങ്ങളായിട്ട് പറയുന്ന വചനത്തിലൂടെ ചില കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ മറുപടി പിന്നാലെ വരാം. പിന്നെ അദ്ദേഹം ലോകപരമായ കാര്യം പറയുന്ന ഒരു കാര്യമാണ്, അതും കൂടെ നമുക്ക് ഒന്ന് കേൾക്കാം. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ഭാര്യയും അവിടെ വന്ന സിനിമാ നടിയെയും തട്ടിച്ചു നോക്കിയാൽ അവരെത്രയോ മുന്നിലായിരിക്കും സാൻമാർഗ്യത്തിലും ധാർമ്മികത്തിലും എന്ന് എനിക്കറിയാം. എന്നാൽ ഇത്രയും നഗ്നമായ ഫോട്ടോ എടുത്ത് ലോകപ്രസിദ്ധിയായി നേടിയ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അദ്ദേഹം വിളിച്ചപ്പോൾ ഇവരുടെ രണ്ടുപേരെയുള്ള സ്റ്റേജിൽ ഇത്രയും സുവിശേഷവാലക്കാർക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അതൊരു വൈരുദ്ധ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. കണ്ടല്ലോ, ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിൻ്റെ ഭാര്യയെക്കാളും എന്തുകൊണ്ടും സാൻമാർഗികതയും ധാർമ്മികത്തിലുമൊക്കെ റീമ കല്ലിങ്കൽ എത്രയോ മുന്നിലാണെന്ന് എനിക്കറിയാം എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. സോറി, എനിക്കറിയില്ല. കാരണം എനിക്ക് ആ റീമ കല്ലിങ്കലുമായിട്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് അവർ ട്രംപിൻ്റെ ഭാര്യയെക്കാളും മികച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സാറിന് അറിയാമെന്ന് വാദിക്കുന്നതിൽ സന്തോഷം. കാരണം അറിയാമായിരിക്കും റീമ കല്ലിങ്കലിനെ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വാദവുമായി രംഗത്ത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കത് അറിയത്തില്ല. എന്നിട്ടും അദ്ദേഹം വാദിക്കുന്നത്, എന്നിട്ടും അമേരിക്കൻ പാസ്റ്റർമാർ ട്രംപിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി എന്നാണ്. ചാക്കോ സാറേ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അമേരിക്കയിലുള്ള പാസ്റ്റർമാർ മുഴുവൻ ട്രംപിൻ്റെ ഭാര്യ എടുത്ത് പോയത് കൊണ്ട് ദൈവവചനം മാറ്റി എഴുതണോ? അമേരിക്കൻ പാസ്റ്റർമാർ മുഴുവൻ മോഡലുകളുടെ പിറകെ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ ഇനി കേരളത്തിൽ ഞങ്ങൾ മോഡലുകളുടെ പിറകിലൊക്കെ പിള്ളേർ പൊക്കോന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എന്താ സാർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാറ് അമേരിക്കൻ തിയറി, അമേരിക്കൻ കൾച്ചറൊക്കെ ആയിട്ട് ജീവിച്ചോളൂ. പക്ഷെ അത് ദൈവവചനത്തിലുണ്ടെന്ന് പറഞ്ഞ് അത് ചെയ്യുവാനുള്ള പ്രേരണയൊന്നും യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കരുത്. അമേരിക്കൻ കൾച്ചറിൽ സാറ് ജീവിച്ചു. അവിടെ ആണും പെണ്ണും കണ്ടാൽ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്നിരിക്കും, അവർ ചുംബിച്ചെന്നിരിക്കും.
നാളെ ഞങ്ങളുടെ സൺഡേ ക്ലാസ്സിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണമെന്നൊന്നും സാർ ഉപദേശം പറയരുത്. അതൊക്കെ വളരെ മോശമാണ് സാറേ. അതുകൊണ്ട് സാറ് അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിച്ചോളൂ. പക്ഷെ അതുകൊണ്ട് ദൈവവചനത്തിൽ അത് തെറ്റല്ല, ഇങ്ങനെ ചെയ്തുകൂടെ പാസ്റ്റർമാരെല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്നൊന്നും പറഞ്ഞ് സാറ് വെറുതെ ഇത്തരത്തിലുള്ള ബാലിശമായ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാറ് സ്വയം ചെറുതാകരുത് എന്ന് ഒരപേക്ഷ മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ സാറിനോട് പറയാനായിട്ടുള്ളൂ. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു വാദം നമുക്ക് കാണാം. അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നത്, അപ്പോൾ ഇത്രയും മോശക്കാരനായ ട്രംപും ഭാര്യയും ജീവിക്കുന്ന അമേരിക്കയിൽ ഷമീർ കൊല്ലത്തെ ഇനി വിളിച്ചാൽ ഷമീർ കൊല്ലം ഇവിടെ വരുമോ, ഇവിടെ വരാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കതൊന്ന് കാണാം. രണ്ടാമത്, ഈ പ്രസിഡന്റും ഈ ഭാര്യയുമായിരിക്കുന്ന അമേരിക്കയിലേക്ക് ഇപ്പോൾ ഷമീർ കൊല്ലത്തെ ആരെങ്കിലും ക്ഷണിച്ചാൽ വരത്തില്ലല്ലോ. കാരണം പാപികള് അല്ലെങ്കിൽ പാപികളുടെ ഒരു കൂട്ടത്തിന്റെ ഭരണം നടത്തുന്ന ഒരു രാജ്യമാണല്ലോ. അദ്ദേഹം വരികാൻ സാധ്യതയില്ലല്ലോ. അല്ലെങ്കിൽ ഈ KC ജോൺ പാസ്റ്റർക്കെതിരെ പറയുന്ന വിശുദ്ധന്മാരാരെയും കാണാൻ സാധ്യതയില്ലല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചാക്കോ സാറ് വീഡിയോയിൽ ആവർത്തിച്ച് സ്വന്തം രാജ്യത്തിന്റെ പ്രസിഡന്റായി അവിടുത്തെ ഉള്ള മുഴുവൻ ജനങ്ങളാലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ സാറ് പിന്നെയും ഇത്രയും ആക്ഷേപിച്ച് പബ്ലിക് മീഡിയയിലൂടെ ട്രംപും ഭാര്യയും ഒക്കെ മോശക്കാരായി. എനിക്കറിയത്തില്ല അവരെ, സാറ് പറഞ്ഞുള്ള അറിവുള്ളൂ. സാറ് പറയുന്നു അവർ വളരെ മോശക്കാരാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ മോശക്കാരിയാണെന്നൊക്കെ. ഏതായാലും അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയാനുള്ള സാറിന്റെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. പിന്നെ അവര് ഉള്ളടത്ത് വിളിച്ചാൽ ഷമീർ കൊല്ലം പ്രസംഗിക്കാൻ വരുമെന്ന്. എൻ്റെ പൊന്നു സാറേ, റീമ കല്ലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും സിനിമാ നടന്മാരും അബ്കാരികളും ഒക്കെ പാർക്കുന്ന കേരളത്തിലാണ് ഞാൻ സുവിശേഷം പറയുന്നത്. സുവിശേഷം പറയുന്നതിന് എനിക്കെന്താ? ഞാൻ അവരുടെ വീട്ടിൽ പോയി കിടക്കുക, അവരുടെ കൂടെ ഉദ്ഘാടനത്തിന് നടക്കുക, അവരുടെ കോംപ്ലക്സിന്റെ പുറകെ നടക്കുക, ഇതൊന്നും അല്ല എൻ്റെ ജോലി. അമേരിക്ക വന്നാൽ ഞാൻ നേരെ ട്രംപിന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കാനും മോഡലായ ഭാര്യയുടെ കൂടെ നിൽക്കാനൊന്നും അല്ല ഞാൻ വരുന്നത്. സുവിശേഷം പറയാനാണ്, ദൈവവചനം പ്രസംഗിക്കാനാണെങ്കിൽ എനിക്ക് എവിടെ പോകുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ദൈവദാസൻ അവിടെ പോയി ഒരു 10 മിനിറ്റ് ദൈവവചനം പ്രസംഗിച്ചു, അവിടെ ഉള്ളവരെല്ലാം പ്രബോധിപ്പിച്ചു, മറ്റൊരുത്തന് രക്ഷയില്ലെന്ന് പ്രസംഗിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്താ പ്രശ്നം? അല്ലാതെ 4 സിനിമാ കൊട്ട അടങ്ങിയ ഒരു കോംപ്ലക്സ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയി സിനിമാ താരങ്ങളോടെ നിന്ന് ഫോട്ടോ എടുത്തു പബ്ലിക് മീഡിയയിൽ വരുമ്പോൾ അത് അദ്ദേഹം തന്നെ പ്രസംഗിച്ച വീഡിയോ നേരത്തെ കണ്ടല്ലോ. അദ്ദേഹം തന്നെ പ്രസംഗിച്ച വീഡിയോ പ്രകാരം വേർപാടെന്ന് പറഞ്ഞാൽ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല, ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എന്നൊക്കെ വർഷങ്ങളായി പഠിപ്പിച്ച പിതാക്കന്മാരുടെ പാരമ്പര്യം ഇവിടെ ഉണ്ട്. മനസ്സിലാകുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് വരുന്നതിനും പ്രസംഗിക്കുന്നതിനും പോകുന്നതിനും ഇവിടെ ആര് പരാതി പറഞ്ഞു? അതുകൊണ്ട് സാറ് ബാലിശമായ ഈ വാക്കുകളൊക്കെ ആരെ സംരക്ഷിക്കാൻ, എന്തിനു വേണ്ടിയാണ് ചാക്കോ സാറിനെ പോലെ ഒരാൾ ഇത്രയും ഒരു താഴ്ന്ന നിലവാരത്തിലേക്കൊക്കെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ എന്താ പറയുക, ഒരു സഹതാപമാണ് സാറിനോട് തോന്നുന്നത്, അല്ലാതെ കഥയൊന്നുമില്ല അതിനകത്ത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അമേരിക്കയിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരാൾ 400 രൂപയിൽ കൂടുതൽ അവിടുന്ന് വാങ്ങിയാൽ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ പറയുന്ന ഷമീർ കൊല്ലം ടാക്സ് അടച്ചിരുന്നു? ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വളരെ കാഠിന്യമേറിയ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമുക്കൊന്ന് കാണാം. അപ്പോൾ ഷമീർ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ വന്നപ്പോൾ, സഹോദര, നിങ്ങൾക്കറിയാമോ, 400 രൂപയിൽ കൂടുതൽ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ടാക്സ് ഫയൽ ചെയ്യണമെന്ന്. 400 രൂപയിൽ അധികം നിങ്ങൾ ഇവിടുന്ന് സമ്പാദിച്ചുവെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന് അതിന് ടാക്സ് കൊടുക്കണം. നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്തായിരുന്നു. ഇനിയും നിങ്ങൾ വരുമ്പോൾ ടാക്സ് ഫയൽ ചെയ്യാതെ നിങ്ങൾ പോകാൻ പറ്റുകയില്ല. കാരണം ഞാൻ ഇങ്ങനെ പരസ്യമായി പറയാണ്. കണ്ടല്ലോ ചാക്കോ സാറേ, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് നിങ്ങളെപ്പോലെ വലിയ ഡിഗ്രിയും കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിൽ ജീവിക്കുന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ. ഞാൻ ജീവിതത്തിൽ ആദ്യമായി അമേരിക്കയിൽ വിസിറ്റിന് വന്നു. ഞാൻ അവിടെ വന്നു പ്രസംഗിച്ചു. പിസിനാക്ക് മീറ്റിങ്ങിൽ ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ വന്നു. എന്നെ സ്പോൺസർ ചെയ്തതും എന്നെ താമസിപ്പിക്കാമെന്നും ഒക്കെ പറഞ്ഞവർ എന്നെ അവിടെ കൊണ്ടുപോയി. എനിക്ക് നിങ്ങളുടെ നിയമങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അവിടെ ഒരു ഗസ്റ്റായിട്ട് വരുന്ന ഒരാളാണ്. അവിടെ വരുന്ന എനിക്ക് നിങ്ങളുടെ ഇനി ഒരു പക്ഷേ വന്നാൽ ഇതൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അവിടെ വരുന്ന സമയത്ത് എനിക്കിതറിയില്ല. എന്നാൽ അവിടെയുള്ള പലരും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് $50 ആയാൽ പോലും അവർ ചെക്കിൽ തന്നു. അപ്പം ഞാൻ അറിയാവുന്നവരോട് ചോദിക്കും, ഇതെന്താ ഇവിടെ എല്ലാവരും ഈ ചെക്ക് തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതിന്
ടാക്സ് കാര്യങ്ങളെ ചെയ്യേണ്ടത് അത് കൊടുക്കുന്നയാളാണ്. അപ്പോൾ പലരും ചർച്ചിൻ്റെതായ ചെക്കിൽ നമുക്ക് തരുന്നതിൻ്റെ കാരണം ചർച്ച് പരമായി നമ്മൾ ചാരിറ്റി നിലയിൽ കൊടുക്കുമ്പോൾ അതിന് ടാക്സ് വേണ്ട എന്ന നിലയിലൊക്കെ ചില റൂളുകൾ ഉണ്ട് പോലുതാനും. ഈ പറയുന്നതിൻ്റെ ഒന്നും ശരിയായ വിവരം ഇപ്പോഴും എനിക്കറിയില്ല, അങ്ങനെ ഉണ്ട് പോലുതാനും. അതുകൊണ്ട് ഭൂരിഭാഗം പേരും 90% പേരും ചെക്കായിട്ടാണ് തരുന്നത്. ഇനി ക്യാഷായിട്ട് ലഭിച്ച പൈസയ്ക്ക് ഞാൻ ടാക്സ് അടച്ചോ ഇല്ലയോ എന്ന് സാറിന് എന്താ ഇത്ര ഉറപ്പ്? സാറ് കണ്ടോ? അതോ സാറാണോ എനിക്ക് ടാക്സ് ഇല്ലാതെ ഇത് എല്ലാം കൂടെ മുക്കിക്കൊണ്ട് തന്നത്? എന്താ സാർ അങ്ങനെ പറയുന്നത്? അപ്പോൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് സാറ് വെറുതെ വെല്ലുവിളിച്ച് സംസാരിക്കുകയൊന്നും വേണ്ട. ഒന്ന്, ഇനി അത്ര കൃത്യമായ നിലവാരത്തിലാണ് സാറ് ടാക്സൊക്കെ അടയ്ക്കണം എന്നുള്ള നിലവാരത്തിലൊക്കെ ശ്വാസം പിടിച്ച് പറയുന്നെങ്കിൽ സാറിനോട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. 4 മാസം കണ്ടും കേട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുക, അവിടെ നിങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ വീട് വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷന് പ്രാർത്ഥിക്കും, മറ്റ് വിശേഷ ദിവസങ്ങളിലൊക്കെ വീടുകൾ വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൂട്ടായ്മ, കാശായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കൂട്ടായ്മകൾ, എത്രയോ പേര് ആ കാശ് പോക്കറ്റിൽ വെച്ചിട്ട് സഭയുടെ ഫണ്ടിലോട്ട് ചേർത്ത് സഭയുടെ റെസിപ്റ്റ് കൊടുത്ത് അത് സഭയ്ക്ക് കിട്ടിയതായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇയർ എൻഡിൽ കണക്ക് രേഖപ്പെടുത്തുമ്പോൾ ടാക്സ് അടയ്ക്കാതിരിക്കാൻ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. അതല്ല, നിങ്ങളുടെ കയ്യിലെല്ലാം കാശായിട്ട് കിട്ടുന്നതിനെല്ലാം കൃത്യമായി ടാക്സ് രേഖപ്പെടുത്തിക്കൊണ്ടാണോ നിങ്ങളൊക്കെ അവിടെ ജീവിക്കുന്നത്? സാറ് പറഞ്ഞ പോലെ ഒരു കാര്യം പറയുമ്പോൾ തന്നെത്താനും കൂടെ നോക്കണമല്ലോ. ഇന്നലെ അങ്ങോട്ട് വന്ന് 2 മാസം 3 മാസം നിന്നിട്ട് പോകുന്ന ഞങ്ങളെക്കാൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് സിറ്റിസൺഷിപ്പൊക്കെ നേടിയെടുത്ത നിങ്ങളൊക്കെയല്ലേ? നിങ്ങളിതൊക്കെ കൃത്യമായിട്ടാണോ, അപ്ഡേറ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ റൂളും നിയമം അനുസരിച്ച് കൃത്യമായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അമേരിക്കയിലുള്ളവർ പോലും പലരും ഫോൺ വിളിച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം എത്രയോ പേര് പറഞ്ഞു അമേരിക്കയിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രീതിയൊക്കെ ഉപദേശിമാർ ചെയ്യുന്നു. അതൊന്നും ഞാൻ ഈ പൊതുവിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെത്താനൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനിയിപ്പം ഷമീർ കൊല്ല അല്ലാതെ ഇവിടെ അമേരിക്കയിലോട്ട് ഇനി ഇറങ്ങുന്നതൊക്കെ കാണാമെന്ന നിലയിൽ ഒരു ചെറിയ വെല്ലുവിളിയോടൊക്കെ ഇങ്ങനെയുള്ളൊരു സംസാരം കേട്ടു. എൻ്റെ പൊന്ന് ചാക്കോ സാറേ, ഇവിടുന്ന് പോയ സകല മലയാളികളും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു മുഷിഞ്ഞ ബാഗും പിടിച്ച് എയർപോർട്ടിൽ ചെന്നിറങ്ങി തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവം എന്തെങ്കിലുമൊക്കെ തന്ന് മാനിച്ച് ഒരു നിലയിലാക്കി 2 വീടും കാറും സെറ്റപ്പും ഒക്കെ തന്നിരിക്കുമ്പം പിന്നെ അമേരിക്ക ഭരിക്കുന്ന ഞങ്ങളാണെന്നൊന്നും ചിന്തിച്ച് കളയല്ലേ? അങ്ങനെ ദൈവത്തെ മറന്നൊന്നും ചിന്തിച്ച് കളയല്ലേ സാറേ? അമേരിക്കയിൽ ആര് വരണമെന്നും പോകുന്നു? അമേരിക്ക നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ത്രീധനമായിട്ട് എഴുതി തന്നൊന്നും അല്ലല്ലോ. ഇനി അമേരിക്ക എന്നാ സ്വർഗമാണ്? അമേരിക്ക വന്നില്ലേ എന്നാ മരിച്ചുപോയ നിത്യത നഷ്ടപ്പെടും. നിങ്ങൾക്കൊക്കെയാണ് ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നത്. ഞങ്ങൾക്കൊന്നും അത് വിഷയമൊന്നുമല്ല. അമേരിക്ക വന്നു, അമേരിക്ക വന്നില്ല. ഞങ്ങൾക്കതൊന്നും വലിയ സംഭവത്തിൽപ്പെടുന്ന കാര്യമൊന്നുമല്ല ചാക്കോ സാറേ. അതുകൊണ്ട് അമേരിക്കയിൽ വരുമോ എന്നൊക്കെ പറഞ്ഞ് സാറ് അങ്ങനെ ഭീഷണിയുടെ കാര്യങ്ങളൊന്നും വേണ്ട സാറേ. ഇനി അടുത്തത്, ചാക്കോ സാർ അമേരിക്കയിലുള്ള സ്പോൺസർമാരെ കുറിച്ചൊക്കെ ഒരു നഗ്നസത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ വരുന്ന ഉപദേശിമാരും കോൺഫറൻസിനാണെങ്കിലും എല്ലാത്തിനും വരുന്നത് അതൊന്നും ശരിയായ സ്പോൺസർ അല്ലെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാണ് സ്പോൺസർ ചെയ്യുന്നത്. അതൊന്നും അവർ ചെയ്യാറില്ല. റൂം പോലും കൊടുക്കാറില്ല, അവർക്ക് ആഹാരം കൊടുക്കാറില്ല, വണ്ടിക്കൂലി കൊടുക്കാറില്ല. ഇതൊന്നും കൊടുക്കാഞ്ഞിട്ട് അങ്ങനെയുള്ള സ്പോൺസറിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ കടന്നു വരുന്ന എല്ലാവരും വരുന്നത്. കേട്ടല്ലോ, ഇതില് അദ്ദേഹം പറയുന്നത് അമേരിക്കയിലുള്ള സ്പോൺസർമാരൊക്കെ കള്ളന്മാരാണ്. ഞാനല്ല പറഞ്ഞേ, ചാക്കോ സാറാ പറയുന്നത്. എന്താ കാരണം? അവര് സ്പോൺസർ ലെറ്റർ കൊടുക്കുമ്പോൾ അത് ഈ പറയുന്ന രീതി റൂമും ഭക്ഷണവും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. അതൊക്കെ തരാമെന്ന് പറഞ്ഞ് ചുമ്മാ കള്ള ലെറ്ററിലാണ് ഇവിടെ പാസ്റ്റർമാർ വരുന്നതെന്ന്. ചാക്കോ സാറേ, വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വരുന്ന പാസ്റ്റർമാരാണോ കള്ളന്മാർ? ഈ ലെറ്റർ കൊടുക്കുന്ന അവിടെയുള്ള അച്ചായന്മാരാണോ കള്ളന്മാർ? ഈ ലെറ്ററൊക്കെ വിശ്വസിച്ച് പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ചാടിക്കേറി അങ്ങോട്ട് വരും. ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ സാറേ. സാറ് പറഞ്ഞ പോലുള്ള വമ്പം കള്ളന്മാരൊക്കെ അവിടെ സ്പോൺസർ ലെറ്റർ തരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ സാർ എന്തായാലും അത് പബ്ലിക്കിൽ വെളിപ്പെടുത്തിയ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. കാരണം സാർ അത് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ ചാക്കോ സാറേ. സ്പോൺസർ ലെറ്റർ തരുന്നവരെല്ലാം കള്ളന്മാരാണ്, അവരതൊന്നും ചെയ്യുകയില്ല എന്ന് സാറ് പറഞ്ഞത് നന്നായി. അങ്ങനെയൊക്കെ തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുന്നത് വളരെ നല്ലത്. ആ കാര്യത്തിൽ ഞാൻ സാറിനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഞാനത് പറയില്ല, കാരണം എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയ മനുഷ്യൻ എന്നെ വീട്ടിൽ താമസിപ്പിക്കുകയും എനിക്ക് ആഹാരം തരികയും എനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തന്നൊരു മനുഷ്യനാണ് എന്നെ അവിടെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ മുൻകൈ എടുത്ത വ്യക്തി എന്ന് പറയുന്നത്. ഇന്നും എനിക്കത് ഓർക്കുമ്പോൾ ബഹുമാനമേ ഉള്ളൂ.
പക്ഷെ സാറ് പറയുന്നു അങ്ങനെയല്ല, എനിക്കറിയാത്ത ആൾക്കാരും സാറിന് അറിയാൻ പറ്റുമോ, അതുകൊണ്ട് സാറ് പറഞ്ഞതിന് എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആകെ അങ്ങനെയുള്ള 2-3 പേരെ അറിയത്തുള്ളൂ, അവരൊക്കെ നല്ലവരാണ്. പക്ഷെ സാറിന് എല്ലാവരും അറിയാലോ, ഒത്തിരി കള്ളന്മാരൊക്കെ ഇങ്ങനെ കള്ള സ്പോൺസറൊക്കെ ചെയ്യുന്നുണ്ട്, അറിയായിരിക്കും. അതുകൊണ്ട് സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ എതിർക്കുന്നില്ല, മറിച്ച് അത് തുറന്നു പറയാൻ കാണിച്ച ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ചാക്കോ സാറ് പറയുന്ന മറ്റൊരു വാദം, കർത്താവിനും പരിശുദ്ധാത്മാവിനും കുറ്റം പറയാം, കാരണം അവരിൽ കുറ്റമില്ല, പാപമില്ല. അതുകൊണ്ട് കർത്താവിനും പരിശുദ്ധാത്മാവിനും കുറ്റം പറയാം, നമ്മൾ പറയരുതെന്നാണ്. അപ്പൊ ചാക്കോ സാർ പറയുന്ന ഒന്ന് കേൾക്കാം. വേദപുസ്തകത്തിൽ പാപം എന്ന് പറയുന്നത് എല്ലാം പാപമാണ്. ആ പാപം എനിക്കില്ല എങ്കിൽ എനിക്ക് എല്ലാവരെയും വിധിക്കാം. യേശു തമ്പുരാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വിധിച്ചാൽ നിങ്ങളും അതുപോലെ തന്നെ വിധിക്കപ്പെടും. അപ്പോൾ നമുക്ക് വിധിക്കുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധാത്മാവും കർത്താവും കുറ്റം ആരോപിക്കുകയും ദാവീദിന്റെ കാര്യം എഴുതി വെക്കുകയും ചെയ്തു. എന്നാൽ ദാവീദ് മാനസാന്തരപ്പെട്ട് ദാവീദ് തന്നെ കൺഫസ് ചെയ്ത് അത് എഴുതിയപ്പോൾ തനിക്കത് പറയുന്നതിന് കുഴപ്പമില്ല. വേറെ ആരുടെയും പാപം പരിശുദ്ധാത്മാവിനും കർത്താവിനും അത് പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ചാക്കോ സാറെ 40 പ്രാവശ്യം ബൈബിൾ വായിച്ച ചാക്കോ സാർ ഇങ്ങനെ പറയുന്നത് സങ്കടമുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനും കർത്താവിനും കുറ്റം പറയാൻ നമ്മൾ പറയരുത്. ഓക്കെ, പൗലോസിന്റെ ലേഖനങ്ങൾ സാർ വായിച്ചിട്ടുണ്ടോ? അതിൽ സഭ ചെയ്യേണ്ടുന്ന എത്ര കാര്യങ്ങൾ കൃത്യമായി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് ആരാ ചെയ്യണ്ടേ? സഭ ചെയ്യേണ്ടത് എന്താ? അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ, കള്ള ശുശ്രൂഷകർ വരും. അവരെ ഇങ്ങനെ പരീക്ഷിക്കണം, അവരെ നിങ്ങൾ ഒഴിവാക്കണം, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. ഇതൊക്കെ ആരാ ചെയ്യണ്ടേ? പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യും, അത് നമ്മൾ ചെയ്യണം. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹ വിഗ്രഹാരാധ ഭാഷണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ എങ്കിൽ അവനോട് സംസർഗരുത്, അങ്ങനെയുള്ളവരോട് ഭക്ഷണം പോലും കഴിക്കരുത്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ആരാ നീക്കിക്കളയണ്ടേ? കർത്താവ് വന്ന് നീക്കുമോ അതോ നമ്മൾ നീക്കിക്കളയണം? ഇനി നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. അപ്പൊ അകത്തുള്ളവരെ ആരാ വിധിക്കേണ്ടത്? സഭയോടുള്ള ബന്ധത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞു. ഇനി വെളിപ്പാട് പുസ്തകത്തിലോട്ട് പോവാ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറഞ്ഞവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. നിക്കോലോവയുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് പകയ്ക്കുന്നത് നന്മയാണെന്ന് പറഞ്ഞ എന്താ ചാക്കോ സാറേ? അതിന്റെ വ്യാഖ്യാനം കൂടെ ചാക്കോ സാറ് ഒന്ന് ഒരു വീഡിയോ കൂടെ ഇനി പുറത്തിറക്കിയാൽ നല്ലതായിരിക്കും. വീഡിയോ ഇറക്കിയാൽ അത് കേട്ടിട്ട് ഞാൻ അതിന്റെ മറുപടി പറയാം, അത് വേറെ കാര്യം. പക്ഷെ ഏതായാലും സാർ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നല്ല. ലേഖനങ്ങളിലൂടെ ഒന്ന് 40 വർഷം വായിച്ചതുപോലെ ലേഖനങ്ങളും കൂടെ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അതിനോട് സഭയോട് പറയുന്ന ഒരുപാട് കമാൻഡിങ്ങുകളുണ്ട്. സഭ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരുപാട് വേർപാടുകളുണ്ട്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ലോകക്കാരോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും ലേഖനത്തിലില്ലേ? അപ്പം അതും കൂടെ ചാക്കോ സാറ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയാണ് ചാക്കോ സാറ് വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതെന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. കാരണം ചാക്കോ സാറ് 3-4 കഥാപാത്രങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചാക്കോ സാറ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. നിങ്ങൾ പറഞ്ഞു 70കളിൽ സുവിശേഷ വേല ചെയ്തിട്ട് 10,000 പേരെയും കൊണ്ട് അദ്ദേഹം നരകത്തിലേക്ക് പോകുന്ന രീതിയിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്തത്. എന്നാൽ വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾ പറഞ്ഞ ലോത്തിനെ എടുത്തു നോക്കേ. അദ്ദേഹം ഒരു കുടിയനായിരുന്നു. കുടിച്ച് മത്തനായ ശേഷമാണ് മക്കൾ അദ്ദേഹത്തെ കൂടെ കിടത്തി കുഞ്ഞുങ്ങളുണ്ടായത്. അപ്പോൾ താൻ ഒരു കുടിയനാണ്, താനെ ഇൻസെസ്റ്റ് ചെയ്ത് 2 കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെയുള്ള മനുഷ്യൻ മഹാദുഷ്ടനായിട്ടാണ് നമ്മളെല്ലാം ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യം എത്ര ശോചനീയമാണ്. പക്ഷെ പത്രോസിനോട് ചോദിച്ചു നോക്കേ, പത്രോസ് പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെയല്ല ദൈവം വിധിക്കുന്നത്. ദൈവം ഹൃദയത്തെ കണ്ടിട്ട് അവര് മാനസാന്തരപ്പെട്ടോ അവര് ദൈവസന്നിധാനത്തിൽ അനുദപിച്ചോ എന്ന് അറിയാതെ നമുക്ക് വിധിക്കാൻ കഴിയുകയില്ല. ആ ലോത്തിനെ പരിശുദ്ധാത്മാവിൽ പത്രോസ് വിളിക്കുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, വലഞ്ഞുപോയ ദുഷ്ടനെന്നല്ല. അതുകൂടാതെ ശിംശോനെ നിങ്ങൾ നോക്കേ. ശിംശോൻ കാണുന്ന പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ പോയവനാണ്. എന്നാൽ അവനെക്കുറിച്ച് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ വീരന്മാരുടെ പട്ടികയിൽ മഹാന്മാരുടെ പേര് പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. താൻ ഒരു കണക്കിൽ പറഞ്ഞ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനം മോശമായിരുന്നു. ഇനിയും പത്രോസിനെ നോക്കേ. പത്രോസ് യേശുവിന്റെ നേരെ നോക്കി കേഴ്സ് ചെയ്തു എന്നാ പറഞ്ഞു, ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന്. ഒരിക്കലല്ല 3 പ്രാവശ്യം.
ആ പത്രോസിന്റെ പുറകെ കർത്താവ് വീണ്ടും പോയി. നീ എന്താ ഇങ്ങനെ ചെയ്തതെന്നൊന്നും ചോദിച്ചില്ല. നീ എന്നെ സ്നേഹിക്കുമെന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഇനിയും രണ്ടാമത് ദൈവം ത്യജിക്കുകയും ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട് മന്ത്രവാദിനിയുടെ അടുത്ത് പോയ ശൗലിനെ നോക്കെ. ശൗല് മരിച്ച ഉടനെ ദാവീദ് പറയുന്നത് എന്താണെന്നറിയാമോ? അസ്കലോൻ വീതികളിൽ അത് ഘോഷിക്കരുത്, ഫെലിസ്ത്യർ പുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുത്. അപ്പോൾ ജാതികളുടെ ഇടയിൽ അത് കൊട്ടിഘോഷിക്കരുതെന്ന്. അദ്ദേഹം ഒരു വിശുദ്ധനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മന്ത്രവാദിനിയുടെ അടുത്ത് പോയി. അങ്ങനെ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഒരു കാലത്ത് ദൈവഭക്തനായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് തന്നെ അവന്റെ തുണി മുറിക്കുവാൻ വിഷമിച്ചു. കേട്ടല്ലോ, ചാക്കോ സാറ് 3-4 കഥാപാത്രങ്ങളെ ബൈബിളിൽ നിന്ന് നിരത്തിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ 3-4 കഥാപാത്രങ്ങൾ, ഒന്ന് ലോത്ത് മക്കളുമായി ശയിച്ചു, വലിയ പാപമാണ്. എന്നിട്ടും പുതിയ നിയമത്തിൽ പത്രോസ് ശ്ലീഹ വലഞ്ഞുപോയ നീതിമാൻ എന്ന് ലോത്തിനെ കുറിച്ച് പറഞ്ഞു. ദുഷ്ടനായ നീതിമാൻ എന്നല്ല, വലഞ്ഞുപോയ ദുഷ്ടനെന്നല്ല, വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞു. ചാക്കോ സാറ് ബൈബിൾ പഠിപ്പിക്കുന്ന ആളും ഒരു പാസ്റ്ററും ഒക്കെ ആണല്ലോ. ഏത് കാലഘട്ടത്തിലായിരുന്നു ലോത്തിനോടുള്ള ബന്ധത്തിലെ പ്രവൃത്തി? ഏത് കാലഘട്ടത്തിലായിരുന്നു? ലോത്തിന്റെ കാലത്ത് നിയമം ഉണ്ടായിരുന്നു, ന്യായപ്രമാണം നൽകപ്പെട്ടിരുന്നു. നമുക്കറിയാമല്ലോ ന്യായപ്രമാണ കാലത്തെക്കുറിച്ച്, മനസാക്ഷിയുടെ യുഗത്തെക്കുറിച്ച്, കൃപായുഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നവരല്ലേ. അപ്പോൾ ന്യായപ്രമാണം ഇല്ലാതിരുന്ന കാലത്ത് ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പത്രോസ് ശ്ലീഹ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ചാക്കോ സാറിന്റെ ചിന്തയിൽ എന്താണ്? മക്കൾക്കെല്ലാം പുതിയ നിയമസഭയിലെ മക്കൾക്കെല്ലാം അപ്പന്മാരുടെ കൂടെ ശയിക്കാവുന്നു. എന്തുദ്ദേശത്തിലാണ് സാറ് ഇതിനെ അടുത്ത് ഇവിടെ ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത്? അങ്ങനെ ചെയ്യാവുന്നതാണ്. പ്രമാണമില്ലാത്തൊരു കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ പുതിയ നിയമസഭയ്ക്ക് പ്രമാണമാക്കാൻ അനുവാദമുണ്ടോ വേദപുസ്തകത്തിൽ? സാർ അങ്ങനെയാണോ പഠിക്കുന്നത്? സാർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ കൊള്ളാം, നല്ലത്. കാരണം അമേരിക്കയിലൊക്കെ അല്ലേ, നടക്കട്ടെ, നല്ല കാര്യമാണ്. അതിൽ എനിക്ക് തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷെ വേദപുസ്തകം അതിനനുവദിക്കുന്നത് മാത്രം സാർ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. വേദപുസ്തകത്തിൽ നിന്ന് പറയുമ്പോൾ അത് ഗുരുതരമായി തന്നെ ചിന്തിക്കേണ്ടുന്ന വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ വചനപഠനമുള്ള ദേവദാസന്മാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അവർ പറയട്ടെ. ഷമീർ കൊല്ലം പറഞ്ഞ തെറ്റാണെങ്കിൽ തിരുത്താം, അവർ പറയട്ടെ. ഒരുപാട് ദേവദാസന്മാരുണ്ടല്ലോ നമുക്ക്, ഒരാൾ മാത്രമല്ലല്ലോ. ഇനിയും സാറ് പറയുന്ന കഥാപാത്രം ആരാണ്? കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം പോകുമായിരുന്ന ആളായിരുന്നു ശിംശോൻ. എന്നിട്ടും വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശിംശോന്റെ പേര് വന്നു എബ്രായ ലേഖനത്തിൽ. എന്ത് കഷ്ടമാ സാറേ! എന്താ സാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം നടന്ന ശിംശോൻ വിശ്വാസവീരന്മാരുടെ പട്ടിക പോയതുകൊണ്ട് കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ നമുക്ക് നടക്കാം പുതിയ നിയമത്തിൽ, ഒരു പ്രശ്നവുമില്ല, എന്തും ചെയ്യാം. ഈ ന്യൂ ജനറേഷൻ കൃപക്കാർ പോലും ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ സാറേ. സാറെന്താ സാറേ ഇങ്ങനെ? കാണുന്ന പെണ്ണുങ്ങളോട് നടന്ന എല്ലാ ശിംശോനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്താൽ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു അധ്യായമാണ്. വിശ്വാസം എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും വിശ്വാസത്താൽ പഴയ നിയമകാലത്തിൽ ചെയ്ത പ്രവർത്തികൾ അവിടെ വിവരിക്കുക. വിശ്വാസത്താൽ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് 12-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ പൗലോസ് എന്താ സ്ഥാപിക്കുന്നത്? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തവരെല്ലാം അതിനകത്ത് രാഘാബ് എന്ന വേശ്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ ലിസ്റ്റിൽ. അപ്പൊ എന്താ സാർ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? എന്താ വേശ്യാവൃത്തി ചെയ്ത രാഘാബിനും പെണ്ണുങ്ങളുടെ പുറകെ എല്ലാം നടന്ന ശിംശോനും ഒക്കെ കയറി പോകാമെങ്കിൽ നമുക്ക് പോയിക്കൂടെ എന്നാണോ സാർ അർത്ഥം? എനിക്കറിയത്തില്ല. സാർ എന്താണ് അത് ഇവിടെ ഈ വീഡിയോയിൽ അത് ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ദയവായി സാറിനെ പോലെ ഒരാൾ, ഇപ്പം പലരും പറഞ്ഞു കേട്ട അറിവിൽ എനിക്ക് മനസ്സിലായത് താങ്കളൊരു വചനം പഠിപ്പിക്കുന്ന ഒരാളാണെന്നും ഒരു IPC സഭയുടെ ശുശ്രൂഷകനാണെന്നും ഒക്കെ പറഞ്ഞു കേട്ടു. അതിനിടയിൽ അമേരിക്കയിൽ നിന്ന് തന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു ഒരു സഭ പൊളിച്ചിട്ട് ആണ് വേറൊരു സഭ തുടങ്ങിയത്. അതിന് ഇതിൽ തന്നെ താങ്കൾ മറുപടി പറയുന്നുണ്ട് കുറച്ച് വിശ്വാസികളെ കൊണ്ടാ പോയെന്ന്. അപ്പോൾ വിശ്വാസികളെ കൊണ്ടാ പോയത്, പുതിയ ആൾക്കാരൊന്നും അല്ല, വിശ്വാസികൾ എന്ന് സാറും സമ്മതിക്കുന്നുണ്ട്. പോട്ടെ, അതെൻ്റെ കാര്യമല്ല. സാറ് പൊളിച്ചാലും എനിക്ക് വിഷയമില്ല, നടത്തിയാലും വിഷയമില്ല. വചനവിരുദ്ധമായ കാര്യങ്ങളെ മാത്രമേ ഞാൻ ഈ 14 വർഷത്തിനിടയ്ക്ക് വിമർശിച്ചിട്ടുള്ളൂ. ആരുടെയും ജീവിതത്തിൽ കയറി തോണ്ടാൻ ഇന്ന് വരെ പോയിട്ടില്ല എന്ന് എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ആരുടെയും അയാൾ ഇങ്ങനെ പോയി, KC ജോൺ എങ്ങനെ പോയി, ശിവു നെടുവേലി എങ്ങനെ പോയി, ഫിലിപ്പി തോമസ് എങ്ങനെ പോയി, ഇതൊന്നും പറഞ്ഞ് അന്വേഷിക്കേണ്ട ജോലി എൻ്റെ അല്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുമില്ല. എന്നെ ഒരു വചനവിരുദ്ധമായ ആശയം എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് ശരി, അതിനെ വിമർശിച്ചുകൊണ്ട് ശരിയായ കാര്യം പറയുക എന്നുള്ളത് അതും ഇന്നും ചെയ്യുന്നു, മേലാലും ചെയ്യും. അത് എത്ര വലിയ പുള്ളിയാലും ചെയ്യും, കുഴപ്പമൊന്നുമില്ല.
അതിനെനിക്ക് ഒരു സംഘടനയുടെ അനുവാദം ആവശ്യമില്ല. ഞാനൊരു സുവിശേഷകനായി നിലനിൽക്കുന്ന കാലത്തോളം അതെൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സാർ ഈ പെണ്ണുങ്ങളുടെ കൂടെ നടന്ന ഷിംഷോന്റെ കാര്യമൊന്നും പറഞ്ഞ് ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കരുത് സാറേ. ഇനിയും സാറ് പറയുന്നു ദാവീദ് ശൗലിൻ്റെ തുണി മുറിക്കാൻ പേടിച്ചു അല്ലെങ്കിൽ മടിച്ചു. അതിൻ്റെ കാരണം സാറ് പറഞ്ഞത് ഒരു കാലത്ത് ദൈവഭക്തനായിരുന്നു എന്ന ലേബലിൽ, അതുകൊണ്ടാണ് ദാവീദ് ചെയ്യാഞ്ഞെന്ന്. എൻ്റെ സാറേ, ഒരു കാലത്ത് ദൈവഭക്തനായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ലെന്നാണോ സാറ് പറയുന്നത്? ലൂസിഫർ പണ്ട് ദൂതനായിരുന്നു, ഇപ്പോൾ പിശാചായിപ്പോന്നും പറഞ്ഞ് ഒന്നും പറയല്ലേ, അവനെ ശാസിക്കല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നതിന് തുല്യമുള്ളൂ. ഒരു കാലത്ത് എന്തായിരുന്നു ഇപ്പോൾ എങ്ങനെ ആകാമെന്നാണോ സാറേ വേദപുസ്തകത്തിൻ്റെ പഠനം? അത് പണ്ട് ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാഹളനാദത്തിൽ ഞാൻ എടുക്കപ്പെടുന്നു? അതോ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു എന്ന നിലവാരത്തിലാണോ നിത്യതയോടുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നത്? പണ്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാകാം എന്നാണോ? എന്താ സാർ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? പിന്നെ സാറൊരു പറഞ്ഞു KCON സാറ് 70 വർഷം അധ്വാനിച്ച നേടിയവരും കൊണ്ട് നരകത്തിൽ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഞാൻ KCON സാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതര മറ്റേതെങ്കിലും സഭക്കാരെ കുറിച്ചോ അങ്ങനെ കൊണ്ടുപോകുന്നല്ല ഞാൻ പറഞ്ഞ ആശയം. ഒന്നുകൂടെ വ്യക്തമാക്കാം. ആരായാലും എത്ര വർഷം നേടിയവരായാലും അവരെ ഉപദേശത്തിൽ നിർത്തുന്നില്ലെങ്കിൽ, തുടക്കത്തിൽ കൊണ്ടുവന്ന് 500 പേരല്ല 1000 പേരായിക്കോട്ടെ, അവരെ പഥ്യ ഉപദേശ പ്രകാരം ദൈവവചനത്തിലെ ഉപദേശമല്ല അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ, അവരെ പൗലോസ് പറയുന്നു ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. എന്തിന്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇത് പഠിപ്പിച്ചുകൊണ്ട് സഭയെ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ നിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അവർ നിത്യതയിലെത്തൂ എന്നാ പറഞ്ഞത്. അത് ആരായാലും, അല്ലാതെ ഒരു വ്യക്തിയെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. സാർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പുറത്തുവിട്, ഇന്ന ആള് ഇത്രയും പേരെ കൊണ്ടുപോകുന്നു. സാറ് പറഞ്ഞു ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി വർഷങ്ങളായി അധ്വാനിച്ചു. അതിൻ്റെ മറുപടിയാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. എത്ര വർഷം അധ്വാനിച്ചാലും എത്ര പേരെ നേടിയാലും അവരെ പഥ്യവചനത്തിൽ നിലനിർത്തത്തില്ലെങ്കിൽ തുടക്കമല്ല വിഷയം, ഒടുക്കമാണ് വിഷയം എന്ന് ഞാൻ പറഞ്ഞു. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. അതല്ല എന്ന് വേദപഠനമുള്ള ദൈവദാസന്മാർ വീഡിയോ കേൾക്കുന്നത് ഇത് പബ്ലിക്കായിട്ടാണല്ലോ ഇടുന്നത്. അവർ പറയട്ടെ. അപ്പം അതുകൊണ്ട് ബൈബിളിൽ തെറ്റിപ്പോയ കഥാപാത്രങ്ങളുടെ പേരെടുത്ത് കാണിച്ചുകൊണ്ട് തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നത് വചനവിരുദ്ധമാണ്. അങ്ങനെ ഒരു തലമുറയെ നാശത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ശ്രമിക്കരുതെന്ന് ഞാൻ സാറിനോട് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവനോട് നേരിട്ട് എന്ന് പറയണം, രണ്ടുപേര് എന്ന് പറയണം, സഭ പറയണം, എന്നിട്ട് സഭ പുറത്താക്കണമെന്നാണ്. പാസ്റ്റർ KC ജോണിന്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ പോയ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇനി ഒടുവിലായി സാറ് പറയുന്ന മറ്റൊരു ചിന്ത, നേരിട്ട് പോയി പറയണം, രണ്ടുപേരോട് കൂടെ പറയണം, പിന്നെ സഭയായി പറയണം, ഇല്ലെങ്കിൽ പുറത്താക്കണം. ചാക്കോ സാറേ, അത് തന്നെയൊക്കെ നമ്മളും പറയുന്നത്. ഇത് വചനവിരുദ്ധമാണെന്ന് സാറ് പറയണം നേരിട്ട്. അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങനെയുള്ള അദ്ദേഹത്തെ പോലെ ആര് ചെയ്താലും വിളിച്ചു പറയണം അത് വചനവിരുദ്ധമാണ്. ഇല്ലെങ്കിൽ സഭയിലുള്ള മൂപ്പന്മാരെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം, സഭ ഒന്നിച്ച് ആവശ്യപ്പെടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടു നിൽക്കരുത്. വചനവിരുദ്ധമായ പഠിപ്പിക്കലുകൾ പഠിപ്പിക്കുന്ന ദുരുപദേശകരെ കൊണ്ട് ഞങ്ങളൊക്കെ കാണുന്ന ആത്മീയ ചാനലിലൂടെ ദുരുപദേശം ഞങ്ങളുടെ ബെഡ്റൂമിൽ എത്തിക്കരുത് സാറേ എന്ന് പോയി പറയണം. അടൂരിൽ കള്ളപ്രവചനവും കാൽക്കൽ പണം കൊണ്ടുവച്ച് അഭിഷേകവും പകരുന്ന ടിജോ തോമസിന്റെ ചർച്ചിനകത്ത് കയറി നിന്നുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 28 കൊണ്ട് തീർന്നിട്ടില്ല, 29 ഇപ്പോൾ അടൂരിൽ എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് അവരുടെ സഭയിൽ കയറി നമ്മുടെ നേതാവ് പറയുമ്പോൾ അത് തെറ്റാണ്. കള്ളന്മാരുടെ ഇടയിൽ പോയി നിന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അവർക്കത് ഏളുതരമാകും, അവരത് ആഘോഷിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പരസ്യമായി പബ്ലിക്കായി വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അത് പബ്ലിക്കും തന്നെ പറയേണ്ടി വരും. സഭയ്ക്കകത്ത് പഠിപ്പിച്ചാൽ അതിലിപ്പോൾ എനിക്കെന്താ? പൊതുവിൽ പഠിപ്പിച്ചാൽ ബലഹീനരായ വിശ്വാസികൾ, വചനമറിയാത്ത പുതിയ വിശ്വാസികൾ, അപ്പം ഇങ്ങനെയൊന്നും ചെയ്താലും കുഴപ്പമില്ല എന്ന് അവർ വിശ്വസിക്കും. കാരണം ഇത് ചെയ്യുന്നത് ഒരു വിശ്വാസിയല്ല, ആകമാൻ ഒരു സഭയുടെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. ഇതാരായാലും, ഒരു വ്യക്തിയെ ചൂണ്ടി അല്ല ഞാൻ പറയുന്നത്, ആരായാലും ഒരു വിശ്വാസിയും ഒരു സഭാഭാഷവും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരു സഭാഭാഷവും സെൻട്രൽ പാർഷവും ഇരിക്കുന്ന ചുമതലയിൽ വ്യത്യാസമില്ലേ? സെൻട്രൽ പാർഷവും അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ദേവദാസന്റെ ചുമതലകൾ വ്യത്യാസമില്ലേ? അത്രയും ഉത്തരവാദിത്തങ്ങൾ കൂടി വരുമ്പോൾ അത്രയും ഗൗരവമായിട്ടുള്ള ദൈവവചന പഠനമല്ലേ നൽകേണ്ടത്, നിലപാടുകളല്ലേ എടുക്കേണ്ടത്? അത് വിട്ടു സംസാരിക്കുമ്പോൾ പബ്ലിക്കായി തന്നെ അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു പരാമർശം,
പൗലോസ് മക്കോദോനിയയ്ക്ക് പോയത് പുരുഷനെ ദർശനം കണ്ടിട്ടാണ്, പിന്നെ എന്തിനാണ് സ്ത്രീയുടെ അടുക്ക പോയെന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു. അതൊന്ന് കേൾക്കാം. പൗലോസ് കുളിക്കാനോ പുഴവക്കത്ത് പോയതല്ലെന്ന്, താൻ ദർശനം കണ്ട് പോയതാണെന്ന്. ദർശനം കണ്ടത് ഒരു മക്കതോനിയയിലെ ഒരു പുരുഷൻ തന്നെ വിളിക്കുന്നതായിട്ടാണ്, അല്ല സ്ത്രീകളുടെ അടുക്കലേക്കല്ല പോയത്. വേദപുസ്തകം എന്നോട് പഠിക്കാൻ പറഞ്ഞല്ലോ നിങ്ങളെ, അവിടെ ഒരു പുരുഷൻ നിന്നിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കണമെന്നാ വിളിച്ച്. അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു പുരുഷനുള്ളിടത്തേക്കാ പോകേണ്ടത്. അപ്പോൾ താൻ പോയത് പുരുഷന്മാരുടെ അടുക്കലേക്ക് അല്ല സുവിശേഷ വേലയ്ക്ക് ആദ്യം പോയത്. പുഴക്കരയിൽ പ്രാർത്ഥനാ സ്ഥലമുണ്ടോ എന്ന് നോക്കി പോയതാണ്. അപ്പോൾ ഇന്ന് ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടെ പോയി സുവിശേഷവും പറയാ. പെണ്ണുങ്ങൾ തുണി കഴുകുകയും കുളിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തിനടുത്താണെങ്കിൽ ആൾക്കാർ നമ്മളെ കുറിച്ച് പറയും അംഗവും കാണാൻ താളിയെ കുടിക്കാമെന്ന്. കാരണം അതിനെ ആരും ഇന്ന് നീതീകരിക്കുകയില്ല. അപ്പോൾ ഒരു പുരുഷൻ ദർശനത്തിൽ കണ്ടു വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുക്കലേക്ക് പോയത് ഏത് ദർശനമാണെന്ന് നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തന്നാലും. ഉണ്ടോ? അദ്ദേഹം ചോദിക്കുന്നത് ഏത് പെണ്ണിന്റെ അടുത്തേക്കാണ് പൗലോസ് പോയത്? പുരുഷൻ ദർശനം കണ്ടു വിളിക്കുന്നു പറഞ്ഞിട്ട് പോയത് പെണ്ണുങ്ങളുടെ അടുത്തേക്കല്ലേ? സാറ് തന്നെ അതിൽ മറുപടി പറയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. അവർ പോകുന്ന യാത്രയിൽ ശബ്ബത്ത് നാളിൽ പ്രാർത്ഥനാ സ്ഥലം കാണുമെന്ന് വച്ച് പുഴവക്കത്തിരുന്നു എന്നാവുള്ളൂ. സ്ത്രീകളെ തിരക്കി പോയല്ല. ഇനി ശബത്ത് നാളിൽ കുളിക്കാനും തുണി എഴുവാനും ഒക്കെ വരുമോ? അങ്ങനെ വരാൻ അനുവാദം ഉണ്ടോ ശബത്തിനെ കുറിച്ച് പഴയ നിയമം പഠിക്കുമ്പോൾ? എനിക്കറിയത്തില്ല. സാർ അത് ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. എൻ്റെ അറിവിൽ അങ്ങനെ വരത്തില്ല. ശബത്തിൽ നാളിൽ അങ്ങനെ ഒരു വേലയും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അവർ പുഴവക്കത്തിരുന്നു, അവർ പ്രസംഗിച്ചു. അതുകൊണ്ടല്ലേ ലുദിയായുടെ ഹൃദയം തുറന്നത്. അപ്പോൾ അവിടെ വന്നവരോ വഴി പോയവരോ ഇല്ലെങ്കിൽ ശബത്തിൽ ആലയത്തിലേക്ക് പോയവരോ ഏത് വിധേനയാകാം, അത് യാദൃശ്ചികാൽ കേട്ടതാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ തിരക്കി പൗലോസ് പോയി അവരുടെ അടുത്തേക്ക് പോയി എന്നൊരു തെളിവ് അവിടെ കാണുന്നില്ല. പുഴവക്കത്ത് അവരിരുന്നത് പ്രാർത്ഥനാ സ്ഥലം കാണുമെന്ന് വെച്ചാൽ അവിടെ വന്നവരെ കേട്ടിട്ടുണ്ടാകാം എന്നല്ലാതെ അവിടെ കുളിക്കുകയായിരുന്നോ തുണി കഴുകുമായിരുന്നോ എന്നൊന്നും തെളിയിക്കാൻ നമുക്ക് പറ്റില്ല. ഇനി അവരുടെയൊക്കെ ഇൻ കേസ് അങ്ങനെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ പോയി ഒരു ലുദിയ ഹൃദയം തുറന്ന് മാനസാന്തരപ്പെട്ടു, കുറഞ്ഞ പക്ഷം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പോലും അവരോട് പ്രസംഗിച്ചല്ലോ. അതും ഈ സംഭവമായിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാ സാറേ? അവിടെ പോയി പ്രസംഗിച്ചോ? അതോ സിനിമാ നടികളുടെ നടന്മാരുടെ ഹൃദയമൊക്കെ തുറന്നോ? അവരൊരു മാനസാന്തരപ്പെട്ടോ? അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ദയവായി സാറിന്റെ പരാമർശങ്ങളെല്ലാം ഇത്രയായിരുന്നു, ഞാൻ നോട്ട് ചെയ്തു, അതിന്റെ മറുപടി പറഞ്ഞു. അതുകൊണ്ട് ദയവായി ആര് തെറ്റ് ചെയ്താലും വചനവിരുദ്ധമായ കാര്യം ചെയ്താലും അത് വേദപുസ്തക പ്രകാരം തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവമെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ കാണിക്കാൻ സാർ തയ്യാറാകണം. അല്ലാതെ വചനവിരുദ്ധമായ കോമാളിത്തരം ഒന്ന് ന്യായീകരിക്കാൻ സാർ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് വളരെ ദയനീയമാണ് സാറേ. സാറ് ബ്രദറുകാരുമായിട്ട് സംവാദം നടത്തിയൊരു വീഡിയോ ഞാനിരുന്ന് കണ്ടു. അതിൽ സാറിൻ്റെ കൂടെ വന്നൊരു അമേരിക്കൻ ഉപദേശി പറഞ്ഞു, ദൈവമക്കൾ കൈയടിക്കുമ്പോൾ സിംഹാസനത്തിന് ചുറ്റുമെന്ന് പാമ്പുകൾ ഇളകി ഓടുമെന്ന്. ഏത് ബൈബിളിലാണ് സാറേ അങ്ങനെയുള്ളത്? ദൈവമക്കൾ കൈയടിക്കുമ്പോൾ ഏത് പാമ്പാണ് ഓടുന്നത്? എവിടുത്തെ പാമ്പാണ് ഓടുന്നത്? സാറത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സാർ അത് ഒന്ന് വ്യക്തമാക്കുക. ഇനി മറുപടി വീഡിയോ ഇറക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ മറുപടി ഒന്ന് പറയണം. ഏത് പാമ്പൊക്കെ ഓടുന്നത്, ബാക്കി എവിടെയാണെന്ന്. ദൈവമക്കൾ കൈയടിക്കും പാമ്പുകളെല്ലാം കൂടെ ഇളകിപ്പോകും, മകുടി ഊതുമ്പോൾ ഓടുന്ന പോലെ. അങ്ങനെയൊക്കെ ഓടുമെന്ന് സാറ് പഠിച്ചിട്ടുണ്ടോ? 40 പ്രാവശ്യം വായിച്ചിട്ട് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും വാക്യത്തിൽ? എന്തിനാ സാറേ ഇങ്ങനെ വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ പോകുന്നത്? ഇതുകൊണ്ട് എന്ത് ലാഭമാണുള്ളത്? ഇനി സാറിനോട് ഞാൻ ചോദിക്കട്ടെ, സാറ് പറഞ്ഞല്ലോ ഈ വരുന്നതും പോകുന്നതും കാര്യങ്ങളും ടാക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറ് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്ത ഒരാളല്ലേ? സാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യൻ പൗരത്വം വേണ്ടാന്ന് വെച്ചാൽ അമേരിക്കൻ പൗരത്വം എടുത്ത ആള് സാറ് പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് ബൈബിൾ ക്ലാസ് എടുക്കുകയും സുവിശേഷത്തിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഏത് വിസയുടെ അടിസ്ഥാനത്തിലാണ്? മിഷണറി വിസ എടുത്തു വന്നാണോ സാർ ഇവിടെ പ്രസംഗിക്കുന്നത്? വിദേശി ഇവിടെ വന്ന് പ്രസംഗിക്കണമെങ്കിൽ സാറിപ്പം വിദേശിയാണല്ലോ, ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത ആളാണല്ലോ. അപ്പോൾ സാർ ഇവിടെ വരുന്നത് കൃത്യമായ ലീഗലും റൂളും ഒക്കെ അനുസരിച്ചിട്ടാണ്. സാർ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് വെല്ലുവിളിച്ച പോലെ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് സാറിന് ഇവിടെ ഇറക്കുമോ കാണും, ഞങ്ങളങ്ങനൊന്നും പറയത്തില്ല സാറേ. അതുകൊണ്ട് നിങ്ങളൊക്കെ നാട്ടിൽ വന്നാൽ ഞങ്ങളൊക്കെ നല്ല സ്വീകാര്യമാണ് തരുന്നത്. നിങ്ങളൊക്കെ അമേരിക്കയിൽ ജീവിക്കുന്ന അത്രയും സാഹചര്യം ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളെ കൊണ്ടൊക്കെ ആകുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് വളരെ മാന്യമായി ട്രീറ്റ് ചെയ്ത് സ്വീകരിച്ചൊക്കെയാണ് വിദേശത്തുനിന്ന് വരുന്നവരെ ഞങ്ങളൊക്കെ തിരിച്ചയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു വെറുതെ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി വചനമെടുത്ത് ന്യായീകരിക്കാനൊന്നും ശ്രമിക്കരുത് എന്നുള്ള കാര്യം സാറിനോട് സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. സാറ് റിപ്ലൈ ടു ഷമീർ കൊല്ലം എന്ന് ടൈറ്റിൽ ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മറുപടി തന്നത്. അല്ല സാറ് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് തലയിടേണ്ട കാര്യമില്ല. പക്ഷേ സാർ എനിക്ക് മറുപടി തന്നതുകൊണ്ട് ഞാനിപ്പം KC ചാക്കോയ്ക്ക് മറുപടി എന്ന് പറഞ്ഞ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് ഇനി സാറിന് ഇതിന് മറുപടി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ മറുപടി ഇനിയും പറയാം. അതിൽ കുഴപ്പമൊന്നുമില്ല. ആശയങ്ങൾ പറയുന്നതിന് പിണക്കൊന്നുമില്ലല്ലോ സാറേ. ആശയത്തെ നമുക്ക് ആശയം കൊണ്ട് തീർക്കാം. പിന്നെ ചിലർ വേണമെങ്കിൽ പറയും ഷമീർ കൊല്ല ഇതുവരെ പറഞ്ഞ ഒരു ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഷമീർ കൊല്ല ഇതിൻ്റെ മറുപടി പറയാൻ വന്നിരിക്കുന്നു. ആരോപണം പറയുന്നവരാണ് തെളിയിക്കേണ്ടത്, അത് ഷമീർ അല്ല തെളിയിക്കേണ്ടത്. ആരോപണം പറയുന്നവർക്ക് അത് തെളിയിക്കാനും ബാധ്യതയുണ്ട്, അവർ തെളിയിക്കട്ടെ. ആക്ഷേപത്തിനും അപവാദത്തിനും മറുപടി പറയാൻ പോകത്തില്ല. അതിന് എനിക്ക് മുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരുണ്ട്. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന IPC സഭയുടെ മാതൃഭാഷയുണ്ട്, എനിക്ക് സെൻട്രൽ ഭാഷയുണ്ട്, എൻ്റെ തലപ്പത്തിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, കേന്ദ്രത്തിലിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, പ്രായവും അനുഭവം കൊണ്ടുള്ള സീനിയറായിട്ടുള്ള KK ചെറിയാൻ ഭാഷയുണ്ട്, എന്നെ ഇന്ന് സ്നേഹിക്കുന്ന, എന്നെ വിളിച്ച് സംസാരിക്കുന്ന, എനിക്ക് നല്ല പ്രോത്സാഹനം തരുന്ന ഒരു പിതാവ്. അദ്ദേഹം വിളിച്ചു ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. അതുപോലെ തന്നെ KC ജോൺ സാറ്, അതുപോലെ തന്നെ തലപ്പത്തിരിക്കുന്ന ദൈവദാസന്മാർ, അവരൊക്കെ ഉത്തരവാദിത്ത KC തോമസ് ഭാഷ സഭയിൽ തിരുവനന്തപുരത്ത് ഞാൻ പോയി ശുശ്രൂഷിക്കുന്നയാളാണ്. അദ്ദേഹം വിളിച്ചു ചോദിച്ചാലും മറുപടി പറയും. അല്ലാതെ ഫേസ്ബുക്കിൽ ചുമ്മാ തിന്നുന്നത് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തിയിട്ട് AC റൂമിലിരുന്നുകൊണ്ട് കുറിക്കുന്നവന്മാർക്കൊന്നും മറുപടി കൊടുക്കലല്ല എൻ്റെ ജോലി. ഇവരാരും അല്ല എന്നെ സുവിശേഷനാക്കി വെച്ചത്. പിന്നെ ആരാ ഓർഡിനേഷൻ കൊടുത്തത്? ദൈവമാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദൈവത്തോട് അങ്ങ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. സാറ് ആശയത്തെ ഇനിയും റിപ്ലൈ തരുന്നെങ്കിൽ അതേ നിലയിൽ നമുക്ക് ആശയം കൊണ്ട് തന്നെ സംസാരിക്കാം. സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങുന്നു.